ദൈവത്തിന് കൊടുക്കേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കേണ്ടത് ദയവ് ചെയ്ത് നിങ്ങൾ മറച്ചു വയ്ക്കരുത്, ചിലവഴിക്കരുത്. അവയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം. ആഖാൻ ചെയ്ത ഗുരുതരമായ തെറ്റെന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ടതിനെ താൻ മറച്ചുവെക്കുവാനിടയായി. തന്മൂലം വലിയ നഷ്ടവും കഷ്ടവും തനിക്കും തൻ്റെ കുടുംബത്തിനും വന്നു ഭവിച്ചു. ഒരു വശത്ത് യോശുവ പറയുകയാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കുക, നാളെ ഈ സമയത്ത് ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. മറുവശത്ത് ദൈവം അതേ ഇസ്രായേൽ ജനത്തിൻ്റെ ഉള്ളിൽ പാപമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുന്നതായ ശിക്ഷാവിധിയെക്കുറിച്ചും ദൈവം പറയുകയാണ്. പാപം ഒരു വ്യക്തിയെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിശുദ്ധിയുള്ളതായ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം അവനെ സഹായിക്കുന്നു. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും ആശ്ചര്യകാര്യങ്ങളും കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നിൽ നീതിയും സത്യസന്ധതയും കാണുവാൻ ആഗ്രഹിക്കുന്നു. അത് മറക്കരുത്. നിന്നിൽ നീതിയും സത്യസന്ധതയുമൊക്കെ കണ്ടിട്ട് നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിന്നിൽ പാപമുണ്ടാവുകയാണെങ്കിൽ, നിന്നിൽ കുറവ് ഉണ്ടാവുകയാണെങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നത്? എക്സാമ്പിൾ പറയാം. ചിലർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിശ്ചയമായിട്ടും ഓപ്പറേഷൻ ചെയ്യുവാനിടയാകും. ഓപ്പറേഷൻ ചെയ്തേ തീരൂ എന്ന് നിശ്ചയമായിട്ടും ഡോക്ടർ പറയാനിടയാകും. ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡേറ്റും ഫിക്സ് ചെയ്യാനിടയാകും. ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതായ സമയത്ത് വീണ്ടും അദ്ദേഹത്തെ എല്ലാ രീതിയിലുമുള്ള പരിശോധനകൾ നടത്തി ശരീരത്തിന് അനുകൂലമായ സ്ഥിതിയാണോ എന്ന് നോക്കും. അപ്പോൾ ഷുഗർ കൂടുതലാണെന്നിരിക്കട്ടെ, ഷുഗർ വളരെ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ പറയും, ഈ ഓപ്പറേഷൻ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഷുഗർ വളരെ കൂടുതലായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയില്ല. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവൻ അപകടമാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഷുഗറാണെങ്കിലും കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്തുകൊള്ളൂ. 100 ദിവസം കഴിഞ്ഞ് പോകേണ്ട മനുഷ്യൻ 10 ദിവസം കൊണ്ട് പോകും. സാധിക്കില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇത്രയും കൂടുതലായിട്ട് ഷുഗർ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയില്ല. ആദ്യം ഷുഗർ ലെവൽ കുറയ്ക്കേണ്ടതാകുന്നു. ആ ഷുഗറിനെ കുറച്ചിട്ടല്ലാതെ സക്സസ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ രക്ഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മെ അനുഗ്രഹിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആരോഗ്യം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. സാമ്പത്തികമായി നമ്മെ അനുഗ്രഹിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മിൽ പാപത്തിൻ്റെ ലെവൽ കൂടിയിരിക്കുന്നു. ഈ പാപത്തിൻ്റെ ലെവൽ കുറയുന്നത് വരെയും ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയില്ല. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈകൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാതുകൾ മന്ദമായിട്ടും ഇല്ല. നിങ്ങളുടെ പാപങ്ങളാണ്, നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം ദൈവത്തിനും നിങ്ങൾക്കും മധ്യയിൽ തടസ്സം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം, എന്തും ചെയ്യുവാൻ കഴിയുന്നവനായ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ കുറവല്ല, മറിച്ച് നിന്നിലെ പാപമാണ്. യോശുവ വിശുദ്ധൻ ആകൊണ്ട് തൻ്റെ ജനവും വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. യോശുവ വിശുദ്ധനാകൊണ്ട് തൻ്റെ വിശുദ്ധി നിറഞ്ഞതായ ജീവിതം കൊണ്ട് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ അവന് കൊടുത്തതുകൊണ്ട് എൻ്റെ ഈ ജനവും ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കണമെന്ന് യോശുവ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ദിവസം ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? വിശുദ്ധിയുള്ള ജീവിതമാണ്. നീ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ വൻ കാര്യം ചെയ്യുവാനിടയാകും. ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുക. ദൈവത്തിനും നിനക്കും മധ്യയിൽ ഉണ്ടായിരിക്കുന്ന ആ പാപം എന്താണ്? നീ ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? പതിവായിട്ട് നീ ചെയ്യുന്നതായ പാപപ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഒരു നിമിഷം അതൊന്ന് പരിശോധിച്ചിട്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാപത്തെ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ കരുണ നേടുവാൻ കഴിയും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. മഹാപരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലായ്പ്പോഴും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ നീ ഒരുക്കമായിരിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ടതാകുന്നു. ഞങ്ങൾ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നീ ഒരുക്കമുള്ളവനാണ്. കർത്താവേ, ഞങ്ങൾ ചോദിക്കുകയാണ്, എന്നിലും ഞങ്ങളിലും നിനക്കിഷ്ടമില്ലാത്തതായ, നിനക്ക് തടസ്സമായിരിക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്നതായ, നിന്നെ ദുഃഖിപ്പിക്കുന്ന,
നിന്നെ മുറിപ്പെടുത്തുന്നതായ സകല പാപങ്ങളിൽ നിന്നും, സകല കുറ്റങ്ങളിൽ നിന്നും, സകല ദുഷ്പ്രവൃത്തികളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും നീ വിടുവിക്കുമാറാകണമേ. തൽഫലമായി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ വൻ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. അതുപോലെ തന്നെ വ്യക്തിപരമായി നിന്നോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിൽ കൂടി അത്ഭുത കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കുമല്ലോ. യോശുവയും അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. തൻ്റെ കൂടാരത്തിൽ തന്നെ ഇരുന്നു നിന്റെ സാന്നിധ്യം അനുഭവിച്ചു. പ്രാർത്ഥനാ ജീവിതം ശീലമാക്കി. അതിൻ്റെ ഫലമായി സൂര്യനെ തന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്ന പ്രാർത്ഥനാ ശക്തി നേടിയെടുക്കുവാൻ കഴിഞ്ഞല്ലോ കർത്താവേ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പിശാചു കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും, അവൻ കൊണ്ടുവരുന്നതായ പല എതിർപ്പുകളെയും പ്രതിസന്ധികളെയും പ്രാർത്ഥന കൊണ്ട് അതിനെ നേരിട്ട് വിജയം നേടുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിനക്ക് നൽകേണ്ടിയിരിക്കുന്നതിനെ, ദൈവനാമത്തിനു വേണ്ടി കൊടുക്കേണ്ടതിനെ, അത് ഞങ്ങളുടെ സമയമാകട്ടെ, ദൈവത്തിന് കൊടുക്കുന്ന ദശാംശമാകട്ടെ, അവയൊന്നും കൊടുക്കാതെ ഞങ്ങളത് മറച്ചുവെക്കുന്നത് ഒരിക്കലും ക്ഷേമമല്ല. നിന്റെ സന്നിധിയിൽ അവ കൊണ്ടുവന്ന് നിനക്ക് സമർപ്പിക്കുന്നതാണ് അനുഗ്രഹം. ഈ സത്യം മനസ്സിലാക്കി ജീവിക്കാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.